2 ദിവസം മുമ്പേ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, "ഞാനൊട്ടും ഹാപ്പിയല്ല. ഈ കാര്യം പ്രധാനമന്ത്രി മോദിക്കും അറിയാം. എന്നെ ഹാപ്പിയാക്കേണ്ടത് വളരെ പ്രധാനമാണ്" എന്ന് 2 ദിവസം മുമ്പ് നമ്മുടെ ട്രംപ് പറഞ്ഞു. ഇന്നലെ ട്രംപ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, PM മോഡി അത്ര ഹാപ്പിയല്ല. കാരണം ഞാന് ഇന്ത്യയുടെ മേൽ താരിഫ് ഏർപ്പെടുത്തിയത് കാരണം എന്നോട് വലിയ താല്പര്യം അല്ലെങ്കിൽ വലിയ സന്തോഷം ഇപ്പോ PM മോഡിക്ക് ഇല്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി. വളരെ ആലങ്കാരികമായിട്ടൊക്കെയാണ് ട്രംപ് പലപ്പോഴും സംസാരിക്കാറ്. കൂട്ടത്തിൽ ട്രംപ് ഒന്നുകൂടി പറഞ്ഞു, ഒരു ദിവസം പ്രധാനമന്ത്രി മോദി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, "സാർ, എനിക്ക് സാറിനെ ഒന്ന് കാണണം. ഞാനൊന്ന് വന്നോട്ടെ?" അപ്പോൾ ഞാൻ പറഞ്ഞു, "യെസ്, വരൂ." അങ്ങനെ മോദി വന്നു. എന്നിട്ട് എന്നോട് 68 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഇന്ത്യക്ക് ആവശ്യമുണ്ടെന്ന് എന്നോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ഒരു സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ ട്രംപ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അദ്ദേഹത്തെ എല്ലാവരും പൊക്കി പറയണം, എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിക്കണം. ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ പ്രസിഡന്റാണ്, സോ എന്നെ എല്ലാവരും ബഹുമാനിക്കണം, എന്നെ എല്ലാവരും സാർ എന്നേ വിളിക്കാവൂ, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്. നമുക്കറിയാലോ, PM മോദി അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ മുൻകാലങ്ങളിൽ അദ്ദേഹം പോസ്റ്റ് ഇടുമ്പോൾ പോലും മൈ ഫ്രണ്ട് ട്രംപ് എന്നോ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് എന്നോ അങ്ങനെ പേര് പറഞ്ഞേ വിളിക്കാറുള്ളൂ. ചിലപ്പോൾ പ്രസിഡന്റ് ട്രംപ് എന്ന് വിളിക്കും. റെസ്പെക്റ്റോട് കൂടി സംസാരിക്കേണ്ട സമയങ്ങളിൽ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് മോദി സംസാരിക്കാറുണ്ട്. ഇന്നേ വരെ സർ എന്ന് പറയുന്ന ഒരു സാധനം നരേന്ദ്രമോദി ട്രംപ് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിലായിക്കോട്ടെ, എന്തിനേറെ ഒരു പോസ്റ്റ് ഇടുമ്പോഴായിക്കോട്ടെ, എവിടെയും മോദി പറഞ്ഞിട്ടില്ല. സാർ എന്ന് പറയുന്ന ഒരു സാധനം മോദി പറയാറുമില്ല ട്രംപിനോട്. പക്ഷെ ട്രംപ് സ്വയം എല്ലാവരും എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഞാൻ വലിയ സംഭവമാണെന്നുള്ളത് അമേരിക്കക്കാരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി വെച്ചങ്ങ് കാച്ചു കാണും. ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്, ഈ കാനഡയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന സമയത്ത് പ്രസിഡന്റ് ട്രംപ് നരേന്ദ്രമോദിക്ക് ഒരു കോൾ ചെയ്യാണ്, "എനിക്കൊരു അത്യാവശ്യ കാരണം കൊണ്ട് അമേരിക്കയിലോട്ട് തിരിച്ചു പോകേണ്ടി വന്നു. ഒരു കാര്യം ചെയ്യാമോ, മോദി തിരിച്ചു വരുന്ന സമയത്ത് ഒന്ന് അമേരിക്കയിലും കൂടെ ഇറങ്ങാമോ, നമുക്ക് ഇവിടെ കാണാം." അപ്പോൾ മോദി പറഞ്ഞു, "എനിക്ക് പോയിട്ട് വേറെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഇലക്ഷൻ പ്രചാരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പണികളുണ്ട്, എനിക്ക് ഇപ്പോൾ എന്തായാലും വരാൻ പറ്റില്ല, മറ്റൊരു അവസരത്തിൽ നമുക്ക് കാണാം" എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മാത്രമല്ല, ആ കോൺവെർസേഷനിൽ മോദി ഒരു കാര്യം കൂടി പറഞ്ഞു, ഇന്ത്യ പാകിസ്ഥാനെതിരായിട്ടുള്ള ആക്രമണം നിർത്തിയത് മൂന്നാമതൊരു രാജ്യത്തിന്റെയും ഇടപെടൽ കൊണ്ടല്ല. പാകിസ്ഥാന്റെ സൈനിക വക്താക്കൾ ഇന്ത്യയെ വിളിച്ചിട്ട് അവര് യുദ്ധം നിർത്താൻ തയ്യാറാണ്, അവരെ ഇനി ആക്രമിക്കരുത് എന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോഴാണ് ഇന്ത്യ യുദ്ധം അവസാനിപ്പിച്ചത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നല്ല മനസ്സിലാവുന്ന ഭാഷയ്ക്ക് ട്രംപിനോട് പറഞ്ഞുവെന്ന് ആ സമയത്ത് മാധ്യമങ്ങളിൽ അടിച്ചു വന്ന കാര്യങ്ങളാണിത്. സോ ഇതാണെന്ന് സംഭവിച്ചത്. കാനഡയിൽ ഉണ്ടായിരുന്ന മോദിയോട് ഒന്ന് അമേരിക്കയിലേക്ക് വന്നിട്ട് പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ മോദിയാണ്, "സർ, നമുക്കൊന്ന് കാണാമോ, എനിക്ക് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ വേണം." ഒന്നാമത് ഈ 68 അപ്പാച്ചെ ഹെലികോപ്റ്റർ എവിടെയെന്ന് ചോദിച്ചു എന്ന് എനിക്കറിയില്ല. എൻ്റെ ഓർമ്മയിൽ 20ഓ 28ഓ ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യയും US തമ്മിൽ ഡീൽ ചെയ്തത്. എന്നാലും 68ന്റെ ഒരു കണക്കാണ് ട്രംപ് പറയുന്നത്. ചിലപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തെറ്റിയാണോ എന്ന് അറിയില്ല. എന്തായാലും 68 എന്നുള്ളത് എവിടെയും കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്തോ ആയിക്കോട്ടെ, ട്രംപ് പറയുന്നു 68 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ നരേന്ദ്രമോദി ചോദിച്ചു, അത് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് പോയി എന്നൊക്കെയാണ്. നമ്മൾ ഈ ട്രംപും നരേന്ദ്രമോദിയും കൂടെ അമേരിക്കയിൽ വെച്ച് ലാസ്റ്റ് ഒരു കൂടിക്കാഴ്ച നടന്നല്ലോ, പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച. അവിടെ വെച്ച് രണ്ട് നേതാക്കളും പത്ര പ്രവർത്തകരെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് ആ ഒരു മാധ്യമ പ്രവർത്തകരോടായിട്ട് ട്രംപ് പറഞ്ഞു, നമ്മൾ അമേരിക്കയുടെ കുറെ ആയുധങ്ങളൊക്കെ ഇന്ത്യ വാങ്ങാൻ പോവാണ്. F-35 ആയിരിക്കും ഇന്ത്യ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങാൻ പോകുന്നത്, അത് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്, ഇന്ത്യ എന്തായാലും നമ്മുടെ അടുത്ത് നിന്ന് അത് വാങ്ങും എന്ന് പറഞ്ഞത് ട്രംപാണ്. മോദി ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. മോദി പറഞ്ഞില്ല ഞങ്ങൾ വാങ്ങാൻ പോകുന്നു എന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് F-35 ഓഫർ ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്നൊന്നും നരേന്ദ്രമോദി പറഞ്ഞില്ല. അതായത് അതിനുശേഷം അമേരിക്ക നന്നായിട്ട് ഇന്ത്യയെ പുഷ് ചെയ്തു. പക്ഷെ ഇന്ത്യ F-35 വേണ്ട എന്നാണ് പിന്നീട് തീരുമാനിച്ചത്. അമേരിക്ക F-21 എന്നും പറഞ്ഞൊരു എയർക്രാഫ്റ്റ് ഇന്ത്യക്ക് തരാം, F-16നേക്കാൾ മികച്ചതായിരിക്കും, അത് F-22 റാപ്റ്ററിനേക്കാൾ ഒരു പടി താഴ്ന്നതായിരിക്കും. പക്ഷേ അമേരിക്ക ഇന്ത്യക്ക് വേണ്ടി മാത്രമായിട്ട് F-21 എന്ന് പറയുന്ന ഒരു വിമാനം ഉണ്ടാക്കി തരാം, വേറെ ഒരു രാജ്യത്തിനും അത് കൊടുക്കില്ല. ഇന്ത്യ വാങ്ങുമോ എന്ന് ചോദിച്ച് ഇന്ത്യയുടെ പുറകെ കുറെ കാലം നടന്ന രാജ്യമാണ് അമേരിക്ക. അതിന്റെ കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന രണ്ട് രാജ്യങ്ങളായിരുന്നു ഇന്ത്യയും ചൈനയും. ചൈന അടുത്ത കാലത്തായിട്ട് കൂടുതൽ പ്രൊഡക്ഷൻ, ഇന്ത്യയെക്കാൾ കൂടുതൽ ചൈന തദ്ദേശീയമായിട്ട് ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ, ചിലപ്പോൾ ഒരു പതിറ്റാണ്ടോടു കൂടി തന്നെ ഇന്ത്യ ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ടും വാങ്ങുന്നത് കുറച്ച് ഓൾമോസ്റ്റ് നമുക്ക് തദ്ദേശീയമായിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും. പക്ഷെ നിലവിലെ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കസ്റ്റമർ ആണല്ലോ.
അമേരിക്ക ഇന്ത്യയുടെ പുറകെ നടക്കുന്നത്. ഞങ്ങളുടെ ഈ ആയുധം കൊള്ളാം, ഇത് അടിപൊളിയാണ്, ഇത് ദീപാവലിക്ക് പൊട്ടിച്ചാൽ വലിയ ഒച്ച വരും എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ പിന്നാലെ നടക്കുന്ന അമേരിക്കയാണ്. അല്ലാതെ അത് തരുവോ എന്ന് ചോദിച്ചിട്ട് ഇന്ത്യ അമേരിക്കയുടെ പുറകെ പോകുന്നില്ല. ഇതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഇന്ത്യ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായിട്ട് റഷ്യൻ ആയുധങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റഷ്യയുമായിട്ടുള്ള ഡീല് കുറച്ചും കൂടെ ഈസിയാണ്. റഷ്യ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാനൊന്നും വലിയ കടുംപിടുത്തവും മടിയൊന്നുമില്ല. മാത്രമല്ല, നമുക്ക് ലൈസൻസ് കൊടുത്തിട്ട് ഇവിടെ തന്നെ നിർമ്മിക്കാനുള്ള അനുമതിയൊക്കെ റഷ്യ പെട്ടെന്ന് തരും. അത് മാത്രമല്ല, ഓൾറെഡി റഷ്യൻ ആയുധങ്ങൾക്ക് അനുയോജ്യമായ ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ട്. അതിന്റെ മെയിൻ്റനൻസിന്റെ കാര്യങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ പാർട്സുകളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഓൾറെഡി നമ്മുടെ HAL റഷ്യയുമായിട്ട് ചേർന്നിട്ടൊക്കെ പ്രൊഡക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഒരുപാട് കാലമായിട്ട് നടന്നുണ്ട്. ഇന്ത്യയുടെ ഒരുപാട് ഈ ഡിഫൻസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഇൻവോൾവ് ആയിട്ടുള്ളതും സ്വകാര്യമായിട്ടുള്ളതായിട്ടുള്ള കമ്പനികളൊക്കെ തന്നെ ഇന്ന് ഈ തദ്ദേശീയമായിട്ട് ഇവിടെ ഒരുപാട് ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഈവൻ റഷ്യൻ ആയുധങ്ങളുടെ പാർട്സ് പോലും നമുക്ക് ഇവിടെ നിർമ്മിക്കാൻ ഇന്ന് പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ റഷ്യയാണ്. അമേരിക്കയെ പോലെ കുറെ മറ്റേ നിബന്ധനകളും അല്ലെങ്കിൽ അമേരിക്കയുടെ പോലത്തെ കുറെ റെസ്ട്രിക്ഷൻസ് ഒന്നും റഷ്യ നമ്മുടെ മുമ്പിൽ വച്ചിട്ടില്ല. കുറെ കാലമായിട്ടുള്ള ബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് കുറച്ചും കൂടെ ഈസി റഷ്യയുമായിട്ട് ഡീൽ ചെയ്യാനാണ്. നമ്മൾ റഷ്യയുമായിട്ട് ഡിഫൻസ് ഡീലുകൾ കൂടുതൽ ചെയ്യുന്നത് അമേരിക്കയ്ക്ക് ഒരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് പാകിസ്ഥാനോട് ചൈനയോട് വലിയ ശത്രുതയുള്ള രാജ്യമാണല്ലോ. അപ്പോൾ ഇന്ത്യ ആരുടെ ആയുധങ്ങളാണ് വാങ്ങുന്നത് എന്ന് ലോക രാജ്യങ്ങൾ ഉറ്റുനോക്കും. ആയുധ വിപണിയിൽ അത് അമേരിക്കയ്ക്ക് പലപ്പോഴും തിരിച്ചടിയാണ്. ഇപ്പൊ ഇന്ത്യ Su-57 വാങ്ങിയെന്നിരിക്കട്ടെ, അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് F-35 ഓഫർ ചെയ്തിട്ട് നമ്മൾ അതിനെ നിരസിച്ചിട്ട് Su-57 റഷ്യയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അതിന് മറ്റൊരു ധ്വനി കൂടിയുണ്ട്. Su-57 എന്തോ ഒരു പ്രത്യേകത ഇന്ത്യ അതിൽ കാണുന്നുണ്ട്, അത് കുറച്ച് ബെറ്റർ ആയിരിക്കാം, അതുകൊണ്ടാണല്ലോ ഇന്ത്യ വാങ്ങിയത്. അപ്പൊ ഇന്ത്യയെ പോലെ സ്വതന്ത്ര ഫോറിൻ പോളിസി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ രാജ്യങ്ങളുണ്ട്. ഇപ്പൊ ഈവൻ സൗദി, UAE, ഈജിപ്റ്റ് ഒക്കെ ആ ഒരു ലൈനിലോട്ട് വരുന്ന രാജ്യങ്ങളാണ്. സൗത്ത് ആഫ്രിക്ക, ഇന്തോനേഷ്യ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് രാജ്യങ്ങളുണ്ട്. സോ ഈ രാജ്യങ്ങൾ റഷ്യൻ ആയുധമായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക. ഓൾറെഡി അങ്ങനെ കുറെ സംഭവങ്ങൾ അടുത്തിടെ ഉണ്ടായിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് അമേരിക്കയ്ക്ക് വലിയ പ്രശ്നമാണ്. ഇന്ത്യ ഏത് ആയുധങ്ങൾ വാങ്ങുന്നു എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. കാരണം ഇന്ത്യയുടെ എതിരാളികൾ വളരെ പവർഫുൾ ആണ്, ആണവ ശക്തികളുമാണ്, ചൈനയും അതുപോലെ പാകിസ്ഥാനും. അപ്പൊ ഇന്ത്യ ഒരു ആയുധം വാങ്ങുന്നുണ്ടെങ്കിൽ അത് കൊള്ളാവുന്നതായിരിക്കും എന്നൊരു ധാരണയുണ്ട്. ഇങ്ങനെയൊക്കെ ഈ ആയുധ കച്ചവടത്തിൽ ഇതെല്ലാം വളരെ പ്രധാനമാണല്ലോ. സ്വാഭാവികമായിട്ട് അമേരിക്ക അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ റഷ്യയുടെ അടുത്തുനിന്ന് ഇന്ത്യ ആയുധം വാങ്ങുന്നതിനെ നിർത്തിച്ച് അമേരിക്കയുടെ കസ്റ്റമറാക്കി ഇന്ത്യ മാറ്റണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ റഷ്യയുടെ അടുത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും അടിപൊളി സാധനമാണ് കേട്ടോ ഇത്, ഞങ്ങളത് നല്ല അടിപൊളിയായിട്ട് ഒച്ചത്തിൽ പൊട്ടുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് നമ്മുടെ പുറകെ നടക്കും ആയുധങ്ങളും കൊണ്ട്. എന്നിട്ടാണ് ട്രംപ് പറയുന്നത്, നരേന്ദ്രമോദി അങ്ങോട്ട് പോയിട്ട് സർ എനിക്ക് സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ, ഇങ്ങനെയാട്ടാ പറഞ്ഞത്. ആ ഡയലോഗ് അങ്ങനെ തന്നെയാ പറഞ്ഞത്, സർ എനിക്ക് സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ. അപ്പോൾ ട്രംപ് പറയുമ്പോൾ ആ ഒരു ഗാംഭീര്യമൊക്കെ ഉണ്ട്. നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ടുള്ള അലിൻ ജോസ് പെരേരയൊക്കെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് വന്നെന്ന് പറയില്ലേ, അതായത് ഈ ലാലേട്ടൻ മമ്മൂക്ക ലെവൽ സൂപ്പർ സ്റ്റാർ ആണ് താനെന്നാണ് അലിൻ ജോസ് പെരേരയൊക്കെ സ്വയം വിചാരിച്ചു വയ്ക്കുന്നത്. പുള്ളി അങ്ങനത്തെ ഒരു ലോകത്താണ്. അതുപോലെ ട്രംപ് ആ ഒരു ആറ്റിറ്റ്യൂഡിലാട്ടാ വന്നിരുന്നു പറയുന്നത്. അതായത് മൂപ്പര് വന്നെന്ന് പറയാണ്, അതായത് മോദി എന്നെ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, സർ എനിക്ക് സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ്, കാണാം ഞാൻ പറഞ്ഞു. അപ്പോൾ മോദി എന്നിട്ട്, സാർ എനിക്ക് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഒരു 68 എണ്ണം വേണമായിരുന്നു. യെസ് എന്ന് അങ്ങനെ പോവാണ് ആ ഒരു കോൺവെർസേഷൻ, അങ്ങനെ കേട്ടോ പോകുന്നത്. സോ ഇതാണ് ട്രംപ് സ്വയം പുള്ളി ഇങ്ങനെ പൊക്കിയടിയാണ് സ്വന്തമായിട്ട്. അങ്ങനെ എന്നെ പൊക്കി പറയാൻ വേറെ ഒരാളുടെ സഹായമില്ല എന്ന് പറയുന്ന പോലെ സ്വയം അങ്ങോട്ട് SP ആണ്, സ്വയം പൊക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ് മൂപ്പര്. അപ്പൊ ഇത് നടക്കുന്ന കാര്യമല്ല. ഒന്നാമത് ഇപ്പോൾ ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു രീതിയിലേ ആയിരിക്കില്ല സംഭവിക്കുക. ഒന്നുകിൽ കാഷ്വൽ ആയിട്ട് രണ്ട് നേതാക്കളും തമ്മിൽ സംസാരിക്കുമ്പോൾ നമുക്ക് അടുത്ത് കാണാമോ, അപ്പോൾ നെക്സ്റ്റ് ടൈം കാണാം, ശരി നിങ്ങൾ വരൂ എന്നുള്ള രീതിയിൽ ആ സൗഹൃദപരമായിട്ടുള്ള ക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാം. പിന്നെ ഒരു ഫോർമൽ രീതിയാണെന്നുണ്ടെങ്കിൽ അത് നയതന്ത്ര വഴികളിലൂടെയാണ്. അവിടെ നേരിട്ട് നരേന്ദ്രമോദി പോയിട്ട് സാർ ഞാൻ വരട്ടെ എന്നൊന്നും ചോദിക്കില്ല. അതിന് വേറെ ആളുണ്ട് പോയി ചോദിക്കാൻ, അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാനും അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് ഒരു അനുയോജ്യമായ സമയത്ത് എവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം എന്ന് പറയുന്നത് നേരിട്ട് ഇവർ തമ്മിൽ സംസാരിച്ചിട്ടല്ല. അതിനൊക്കെ ഇവിടെ ഒരുപാട് ഉദ്യോഗസ്ഥർ രണ്ട് ഭാഗത്തുമുണ്ട്. അപ്പൊ ഇതൊക്കെ അങ്ങനത്തെ ഒരു രീതിയിലാണ് നടക്കുന്നത്. പക്ഷെ ട്രംപ് അങ്ങ് വന്ന് തള്ളി മറിക്കുകയാണ്. മൂപ്പര് സ്വയം പുള്ളി എല്ലാവരും അങ്ങോട്ട് ബഹുമാനിച്ചോണം. പുള്ളി അങ്ങനത്തെ ഒരു വിഭ്രാന്തിയുടെ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇന്ന് എന്ത് പറയും നാളെ എന്ത് പറയുന്നു മൂപ്പർക്ക് ഒരു പിടിയില്ല. ഇപ്പൊ ഇന്നലെ മൂപ്പര് ആദ്യം പറഞ്ഞ എന്താണ്, ഞാനൊട്ടും ഹാപ്പി അല്ല, ആ കാര്യമൊക്കെ മോദിക്ക് അറിയാം, എന്നെ ഹാപ്പി ആക്കുന്നതാണ് പ്രധാനം. പിറ്റേ ദിവസം പുള്ളി പറയാണ് മോഡി ഒട്ടും ഹാപ്പി അല്ല, അതായത് ഞാൻ താരിഫ് ചുമത്തിയതുകൊണ്ട് എൻ്റെ അടുത്ത് മോഡി ഒട്ടും ഹാപ്പി അല്ല.
എന്നാണ് പുള്ളി പറയുന്നത്. അതായത് മോഡി ഇന്ത്യ, പ്രത്യേകിച്ച് മോഡി ഇതില്ലാത്ത ഒരു ദിവസം ട്രംപിന്റെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു മൂപ്പരുടെ സ്വപ്നങ്ങളിൽ പോലും മോദിയാണെന്നാണ് തോന്നുന്നത്. ഇതിന് മാത്രം എന്താണ് മോഡി ചെയ്തു വെച്ചതെന്നൊരു പിടിയുമില്ല. ശരിക്കും ട്രംപിന് എന്തോ ഒരു വിഭ്രാന്തിയിൽ പെട്ടിരിക്കുകയാണ് പുള്ളി. മോദി ഇന്ത്യ. എനിക്ക് തോന്നുന്നു പുള്ളി കൂടുതലും ഇന്ത്യൻ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ കമന്റ്സും ഒക്കെ ഒരുപാട് ഫോളോ ചെയ്യുന്നു തോന്നുന്നു. പുള്ളിയെ ഇന്ത്യക്കാർ ഒരു വിലയും കൊടുക്കാതെ തേച്ചൊട്ടിക്കുന്ന ഈ കമന്റ്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ടേ മൂപ്പര് സ്വയം വീണ്ടും ഞാൻ അങ്ങനെയൊന്നും അല്ല, ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, ഞാൻ വലിയ പവർഫുൾ ലീഡർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നതാണൊന്നും അറിയത്തില്ല. അമേരിക്കൻ പ്രസിഡന്റാണ്, സാമാന്യ ബോധമൊക്കെ ഉള്ള മനുഷ്യനൊക്കെയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇനി പ്രായത്തിന്റെ കുഴപ്പമാണോന്ന് അറിയില്ല, ബൈഡന് വഴിതെറ്റി പോയതുപോലെ ഇദ്ദേഹം പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. മറ്റാരോ ഇദ്ദേഹത്തെ കൊണ്ട് ചലിപ്പിക്കുന്ന പോലെയാണ് പലപ്പോഴും തോന്നുന്നത്. ഇദ്ദേഹം എന്തൊക്കെ മണ്ടത്തരങ്ങൾ അടുത്തൊരു 2-3 കൊല്ലം കൊണ്ട് ലോകത്തുണ്ടാക്കി വെക്കുന്ന ഒരു പിടിയില്ല കേട്ടോ. എന്ന് വെച്ചാൽ ചിലപ്പോൾ 3-ാം ലോക മഹായുദ്ധത്തിന് വരെ തിരി കൊളുത്തിട്ട് പോയി കളയും ഈ മഹാൻ. പുള്ളിയുടെ പ്രവൃത്തികളൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.